കുഞ്ഞാലിക്കുട്ടി സാഹിബ് എനിക്ക് പാർട്ടി വൈസ് പ്രസിഡന്റ് ഒക്കെ ആയി ഈ ഒരു പ്രായത്തിൽ ഉത്തരവാദിത്വം തന്നപ്പോൾ സംഘടനാ ചുമതല കണ്ണൂരിലേക്കാണ് തന്നത്. ഞാനാണ് കുറച്ചുകൂടി നല്ലത് എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ലീഡേഴ്സ് പറഞ്ഞത് ഇത്തവണ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നായിരിക്കും. ഇന്ന് കേരളത്തിൽ ഒരുപാട് ആളുകൾ വർഗീയതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ജീവിക്കുവാൻ ഇവരിങ്ങനെ വർഗീയ വിഷം തുപ്പിയാൽ ക്ലാസ് റൂമിലെ ബെഞ്ചുകളിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഈ രീതിയിൽ വർഗീയത പറഞ്ഞു കൊടുത്താൽ, ഭക്ഷണത്തിന്റെ പേരിൽ വർഗീയത പറഞ്ഞു പകരത്തിയാൽ ജീവിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുടെ മുൻപിൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് UDF എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ആ UDFന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രിയും UDFന്റെ സർക്കാരും വരാൻ പോകുന്ന നാളുകളുടെ പ്രതീക്ഷയായി കണ്ടുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഇതിനിടയിലൂടെയാണ് ഏറെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര ഈ തലശ്ശേരിയുടെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രക്തസാക്ഷി ഫണ്ട് മുക്കിയവരോട് പൊറുക്കുവാൻ ഈ കേരള ജനത തയ്യാറല്ല. അതുപോലെ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊക്കെ കുഞ്ഞുനാളിൽ ശബരിമലയിലേക്ക് അനുജന്റെ കൈകളിൽ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം നടത്തുവാൻ നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്ത ഒരു വിശ്വാസിയാണ്. ആ അയ്യപ്പ സ്വാമിയുടെ മുൻപിലേക്ക് പോകുമ്പോൾ അഭിഷേകം ചെയ്ത് നെയ്യൊരൽപ്പം പാത്രത്തിൽ വാങ്ങി തിരികെ വരുന്ന അനുജനോട് പറയും, ആ ശബരിമല സന്നിധിയിൽ ആ ശ്രീകോവിലിനോട് ചേർന്ന് കിടക്കുന്ന കാണിക്ക വഞ്ചിയിൽ 1 രൂപയുടെ നാണയം കൊടുത്തയക്കും, അതതിൽ സമർപ്പിക്കണം. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വ്യാപാരികൾ പൊന്ന് സമർപ്പിക്കുന്നു. അവിടെ ശ്രീകോവിലും കട്ടിളപ്പാളിയും ആ പടികളെല്ലാം സ്വർണം കൊണ്ട് പൂശുവാൻ ആ വിശ്വാസികൾ സമർപ്പിക്കുന്ന പൊന്നവിടെ കൊടുത്ത് ചേർത്ത് വെച്ച് വിശ്വാസികൾ ചെല്ലുമ്പോൾ ഹരിഹരസുതൻ അയ്യപ്പ സ്വാമിയെ, പമ്പാവാസനെ, കാനനവാസനെ കണ്ട് തൊഴുതു മടങ്ങുമ്പോൾ വിശ്വാസികളുടെ മുൻപിലുണ്ടാകുന്ന ഒരാത്മനിർവൃതിയുണ്ട്. അവിടെ ഞങ്ങളെ സമർപ്പിച്ച കാണിക്കയിൽ കൈവച്ച് അത് മുൻ MLA ആണെങ്കിലും CPM-കാരനാണെങ്കിലും അതിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും കമ്മ്യൂണിസ്റ്റിലെ നേതാക്കന്മാർക്കും പങ്കുണ്ട് എങ്കിൽ പറയുന്നു, അയ്യപ്പ ഭഗവാന്റെ പൊന്ന് കട്ടിട്ടുണ്ട് എങ്കിൽ